വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ, അതായത് ഇന്ന് നടന്ന നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 1 ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എല്ലാവർക്കും? ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വളരെ എളുപ്പമായിട്ടാണ് തോന്നുന്നത്, പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന പോലെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Question number 1. Under which of the following circumstance current flow through an electric circuit is possible? അപ്പോൾ താഴെ തന്നിട്ടുള്ളത് നമ്മുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് പോലെയൊക്കെയാണ് തന്നിട്ടുള്ളത്, പക്ഷേ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? താഴെ തന്നിട്ടുള്ളതിൽ കറണ്ട് ഫ്ലോ ത്രൂ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് പോസിബിൾ എപ്പോഴാണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇഫ് ദ സർക്യൂട്ട് ഈസ് ഇൻ ക്ലോസ്ഡ് കണ്ടീഷൻ. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? ഇഫ് ദ സർക്യൂട്ട് ഈസ് ഇൻ ക്ലോസ്ഡ് കണ്ടീഷനിലാണ് കറണ്ട് ഫ്ലോ പോസിബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഇഫ് സഫിഷ്യൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് അവൈലബിൾ. രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഏതാണ്? ബോത്ത് 1 and 2 തന്നെയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണെന്നുള്ളത് ഏതാണ്? കിലോ വാട്ട് അവർ ആണ്. കിലോ വാട്ട് അവർ ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. ഏതാണ്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ബേസിക് റെസിസ്റ്റൻസ് ലോ അല്ലേ. ഏതാണ്? നമ്മുടെ ഓംസ് ലോ ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ അല്ലേ. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മുടെ എന്തൊക്കെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന കറന്റ് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസിന് തരുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ ഓംസ് ലോ തന്നെയാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 4. 2 bulbs 200 watt and 100 watt both rated at 100 volt are connected in series to a 200 volt DC supply. Total power consumed by the circuit is dash watt. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക? ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അല്ലേ. എങ്ങനെ ചെയ്യാം നമുക്ക്? പവർ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ പവർ ഈക്വൽ ടു V² R അല്ലേ. പവർ ഈക്വൽ ടു V²R എന്ന ഫോർമുല വെച്ച് നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് 200 വാട്ട്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി എന്ത് കണ്ടുപിടിക്കണം? ആദ്യം 200 വാട്ടിൻ്റെ കറൻറ്റ് കണ്ടുപിടിക്കുക. 200 വാട്ടിൻ്റെ കറൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 200 / 100. അപ്പോൾ കറൻറ്റ് 2 amps എന്ന് കിട്ടും. കറൻറ്റ് എത്രയാണ് കിട്ടുന്നത്? ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. കറൻറ്റ് 2 amps എന്ന് കിട്ടും. അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ നിയർലി 200 വാട്ടിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നിയർലി 50 ohm ആണ് കേട്ടോ. നിയർലി എത്രയാണ്? 50 വാട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ 100 വാട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, 100 വാട്ടിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിൽ കറൻറ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ്? 100 / 100 പറയുമ്പോൾ 1 amps ആണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. അതിൽ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 100 ohm ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 ആണ്. അതുപോലെ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. അപ്പോൾ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. പവർ ഈക്വൽ ടു എത്രയാണ്? 200. പവർ എന്ന് പറയുന്നത് എത്രയാണ്? 200 × 200 / 150 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നിയർലി 266.67 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Question number 5. N number of resistance each of value R are connected in parallel. When these resistance are connected in series, equivalent resistance is increased by dash times. എന്താണ് ചോദിച്ചിട്ടുള്ളത്? n number of resistance അല്ലേ. n number of resistance ഉണ്ട്. അതിൽ each value of R are connected. എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. when these resistance are connected in series, അത് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അതിൽ equivalent resistance is increased by. പാരലൽ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? R/N അല്ലേ. R/N ആണ് നമ്മുടെ പാരലൽ കേസിലാകുമ്പോൾ. സീരീസ് ആകുമ്പോൾ അപ്പോൾ സീരീസ് ആകുമ്പോൾ എങ്ങനെയാണ്? NR ആണ് കേട്ടോ. സീരീസ് ആകുമ്പോൾ അതെന്താണ്? NR ആണ്. പാരലൽ ആകുമ്പോൾ R/N ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എങ്ങനെയാണ്? N² ടൈംസ്. കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. എ വയർ ബൈ റെസിസ്റ്റൻസ് ഓഫ് R ohm ഈസ് സ്ട്രെച്ച്ഡ് സച്ച് ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ബിക്കെയിം ഡബിൾ കീപ്പിംഗ് ദ വോളിയം സെയിം. ദ ന്യൂ റെസിസ്റ്റൻസ് വിൽ ബി ഡാഷ് ഓംസ്. നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? R = ρ L/A. കുറേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ലെങ്ത്
ലെങ്ത് ഡബിൾ ആകുന്നു അല്ലേ, ലെങ്ത് ബിക്കെയിം ഡബിൾ കീപ്പിംഗ് ആൻഡ് വോളിയം സെയിം അല്ലേ, എ വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ ഓം ഈ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ച് ദാറ്റ് ലെങ്ത് ബിക്കെയിം ഡബിൾ കീപ്പിംഗ് ദ വോളിയം സെയിം. അപ്പോൾ ന്യൂ റെസിസ്റ്റൻസ് എന്താണെന്നാണ് കറക്റ്റ് ആൻസർ. എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 4R ആണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ എ സീരീസ് സർക്യൂട്ട്? താഴെ തന്നിട്ടുള്ള ഏത് പ്രോപ്പർട്ടി, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ എ സീരീസ് സർക്യൂട്ട്? അപ്പോൾ അതേതാണ്? വോൾട്ടേജ് ഈസ് അഡിറ്റീവ് ആണോ? അഡിറ്റീവ് ആണ് അല്ലേ, നമ്മൾ സീരീസ് സർക്യൂട്ട് എടുക്കുമ്പോൾ അതിൽ പ്രോപ്പർട്ടിയാണ് വോൾട്ടേജ് അഡിറ്റീവ് ആണ്, പവർ അഡിറ്റീവ് ആണ്, റെസിസ്റ്റൻസും അഡിറ്റീവ് ആണ്. പക്ഷേ ഏതാണ്? കറണ്ട് അഡിറ്റീവ് ആണോ? അല്ല, കറണ്ട് സെയിം ആയിരിക്കും അല്ലേ സീരീസ് സർക്യൂട്ടിൻ്റെ. അപ്പോൾ ഏതാണ്? വിച്ച് ഓഫ് ദ പ്രോപ്പർട്ടി ഡസ് നോട്ട് ഹോൾഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഡസ് നോട്ട് ഹോൾഡ് എന്നാണ്. അപ്പോൾ എന്താണ്? കറണ്ട് ഈസ് അഡിറ്റീവ്. ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 8, 15 numbers of dry cell each having 1.5 volt and internal resistance of 0.2 ohm are connected in series across a 40 ohm resistance. Calculate the current through the resistance. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, 50 നമ്പർ ഓഫ് ഡ്രൈ സെൽ ഈച്ച് ഹാവിങ് എന്നാണ് 1.5 വോൾട്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് കണക്ട് ചെയ്തത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വോൾട്ടേജ് കൂടും അല്ലേ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ടാവും? അപ്പോൾ നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടും? നിയർലി എത്രയാണ്? 75 വോൾട്ട് കിട്ടും അല്ലേ, 75 വോൾട്ട് കിട്ടും. അതുപോലെ ഇവിടുത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കും? എത്രയാണ്? 15 × 0.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 10 ഓം എന്ന് കിട്ടും കേട്ടോ. അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ വന്നിട്ട് 10 ഓം ആണ് കിട്ടുന്നത്. എങ്കിൽ കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ആണ് കണ്ടുപിടിക്കാൻ പാടുള്ളത്. അപ്പോൾ 75 ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ വരും? 40 എന്നൊരു റെസിസ്റ്റർ കൂടി ഉണ്ട് അല്ലേ നമ്മുടെ കയ്യിൽ, സീരീസ് അക്രോസ് 40 ഓം റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 40 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 15 ഓം എന്ന് കിട്ടും. 50 ഓം ആണ് നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നിയർലി, അതായത് 75 ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 75 ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 75 ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എത്രയാണ്? 1.5 ആംസ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. Question number 9, a resistor of 10 ohm is connected in series with a combination of 16 ohm and 13 ohm in parallel. A voltage of 220 volt is applied across the whole circuit. Determine the current taken from the supply. Current ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. Next question, a resistor of 10 ohm is connected in series with a combination of 16 ohm and 30 ohm in parallel. A voltage of 220 volt is applied across the whole circuit. Determine the current taken from the supply. എന്താണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ? കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, അല്ലേ കറണ്ട് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? റെസിസ്റ്റർ ഓഫ് 10 ഓം കണക്റ്റഡ് ഇൻ സീരീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണ്? സീരീസ് കണക്ഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞ് എന്താണ്? പാരലൽ കോമ്പിനേഷനാണ് അടുത്ത 2 റെസിസ്റ്റേഴ്സ് അല്ലേ. ഈ ഒരു കണക്ഷൻ വേയിലല്ലേ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതായത് 10 ഓം ഇവിടെ ഉണ്ടാവും, ബാക്കി എന്താണ് നമ്മുടെ 16 ഓമും അതുപോലെ എന്താണ് 13 ഓമും പാരലലായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. സപ്ലൈ വന്നിട്ട് എത്രയാണ്? 220 വോൾട്ട് സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് കിട്ടുന്നത് പാരലൽ സോൾവ് ചെയ്യുമ്പോൾ നോക്കിയാൽ 16ഉം 13ഉം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 20 ഓം ആണ് കിട്ടുന്നത് കേട്ടോ. ചെയ്ത് കാണുന്ന വിചാരിക്കുന്നു. പിന്നെ എന്താണ്? 10 ഓം ഉണ്ട്. അപ്പോൾ 10 + 20 30 ഓം ആണ്. സപ്ലൈ കൊടുത്തിരിക്കുന്നത് എത്ര? 220 വോൾട്ട് ആണ്. അപ്പോൾ 220 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ നിയർലി എത്രയാണ്? 7.33. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാമ്പ് ഹാസ് എ ലോവസ്റ്റ് റെസിസ്റ്റൻസ്? ഏത് ലാമ്പിനാണ് ലോവസ്റ്റ് റെസിസ്റ്റൻസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം ഒരു കോൺസെപ്റ്റ്, നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് റെസിസ്റ്റൻസ് കുറയുമ്പോൾ പവർ റേറ്റിംഗ് കൂടും അല്ലേ. എന്താണ് സംഭവിക്കുക? റെസിസ്റ്റൻസ്, കാരണം ഇവിടുത്തെ എല്ലാ വോൾട്ടേജും സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നോക്കിയാൽ 220 വോൾട്ട് 220 വോൾട്ട് 220 വോൾട്ട് തന്നെയാണ്, സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിയാം. എന്താണ്? റെസിസ്റ്റൻസ് ഡിക്രീസ് ആകുമ്പോൾ പവർ റേറ്റിംഗ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ഏതിലാണ് വരുന്നത്? 200 വാട്ട്. അതല്ലേ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. പവർ റേറ്റിംഗ് ഇൻക്രീസ് ആയി നിൽക്കുന്ന ഏതാണ്? 200 വാട്ട് ആണ്. അപ്പോൾ അവിടെയാണ് റെസിസ്റ്റൻസ്, ലോവസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 4 അല്ലേ. 4 ആണ് കറക്റ്റ് ആൻസർ. അതായത് 220 വോൾട്ട് 200 വാട്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, work done in moving a unit positive charge from infinite to a
point is called എന്നാണ് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 12. The term analogous to electrical current in magnetic circuit is ഇത് വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രിക്കൽ കറണ്ടിനെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഏതാണ് നമ്മൾ പറയുന്നത്? ഫ്ലക്സ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ഫ്ലക്സ് ആണ് പറയുന്നത്. Question number 13. Direction of induced current in a coil rotating in a magnetic field can be determined by ഏതാണ്? എന്താ ചോദിച്ചിട്ടുള്ളത്? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ ജനറേറ്റർ അല്ലേ. ജനറേറ്ററിൽ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 14. If three different capacitors are connected in series to a DC supply, the greater voltage will appear across the capacitor have dashed capacitance. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 ഡിഫറെൻറ്റ് കപ്പാസിറ്റേഴ്സ് അല്ലേ. 3 ഡിഫറെൻറ്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ബി ആണ്. സ്മാളസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏതായിരിക്കും? സ്മാളസ്റ്റ് കപ്പാസിറ്റൻസ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 15. 3 equal capacitors are provided in which of the following combination least equivalent capacitance value will be obtained. താഴത്തുനിന്നുള്ള എങ്ങനെയാണ്? ഏത് കോമ്പിനേഷനിലാണ് നമുക്ക് എന്താണ് ലീസ്റ്റ് ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഏതാണത്? സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. വെൻ ആൾ ഇൻ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലീസ്റ്റ് ഇക്വലൻസ് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്ന കപ്പാസിറ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയില്ലേ? Question number 16. As per Fleming's left-hand rule, forefinger indicate the direction of. എപ്പോഴും ചോദിക്കുന്ന വളരെ എളുപ്പമായിട്ടുള്ളത് അല്ലേ. എന്നാണ് ഫോർഫിംഗർ പറഞ്ഞതിൻ്റെ എഫ് എന്നാണ് ഫീൽഡ്. ഫോർഫിംഗർ എന്ന് പറയുമ്പോൾ തന്നെ ഫീൽഡ് ആണെന്ന് ഓർത്ത് വയ്ക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 17. 2 coils of inductance L1 and L2 are placed adjacent to each other such that magnetic flux of coil 1 completely linked with coil 2. The mutual inductance between the coil. Mutual inductance നമ്മൾ പഠിച്ചിട്ടില്ലേ? മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? K × √ L1 L2 ആണ്. K എന്ന് പറയുന്നത് എന്താണ്? 1 ആയതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻസ് സ്യൂട്ട് ചെയ്യാം? ഓപ്ഷൻ എ, അതായത് √ L1 L2 അല്ലേ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ. Question number 80. Which one of the following components will opposes changes in current through the circuit? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നന്നായി ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ചെയ്യണം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പോണൻറ്റ് വിൽ ഒപ്പോസ് ദ കറണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? റെസിസ്റ്റൻസ് എന്ന് ചൂസ് ചെയ്യാം അല്ലേ. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വിൽ ഒപ്പോസസ് ചേഞ്ച് ഇൻ കറണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒപ്പോസസ് ചേഞ്ചസ് ഇൻ കറണ്ട് ആണ്. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ. Question number 19. 3 capacitors having capacitance 2F, 3F, 4F respectively are connected in series and in parallel. Calculate the equivalent capacitance for each combination. വളരെ എളുപ്പമുള്ളത് അല്ലേ. കപ്പാസിറ്റൻസ് എന്താണ്? പാരലൽ ആവുമ്പോൾ എങ്ങനെയാണ്? പാരലൽ ആവുമ്പോൾ തന്നെ നമുക്ക് നോക്കാം എന്താണ് പാരലൽ എന്ന് പറയുമ്പോൾ തന്നെ 2 + 3 + 4 അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? 9F. അപ്പോൾ ഇന്ന് ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പാരലായി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കിട്ടിക്കഴിഞ്ഞു 9F എന്ന് കിട്ടും. എന്നാൽ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 1/C1 + 1/C2 + 1/C3 എന്ന് ചെയ്യുമ്പോൾ എന്താണ്? 1/2 + 1/3 + 1/4 എന്ന് കിട്ടുമ്പോൾ നിയർലി എത്രയാണ്? 0.92F ഫാരഡ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Question number 20. It is found that when the current through an inductive coil decreases from 8 amps to 0 in 0.4 seconds, a 40-volt EMF is introducing in it. The inductance of the choke coil is -Henry. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ L = എന്ത് ചെയ്യാം? 40 ഡിവൈഡഡ് ബൈ അല്ലേ 40 EMF തന്നിട്ട് 40 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ എന്താണ് 0.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. അതായത് 2 ഹെൻറി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 2 ഹെൻറി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് L = എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ എന്താണ് 0.4 ചെയ്ത് കഴിഞ്ഞാൽ നിയർലി എന്താണ്? L = 40 ഡിവൈഡഡ്
ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. L ഈക്വൽ ടു എന്നാണ് 40 ഡിവൈഡഡ് ബൈ 20 വരുമ്പോൾ എത്രയാണ്? 2 ഹെൻറിയാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21. 2 sinusoidal current are given by the equation I1 equal to 30 sin omega t plus pi by 3 and I2 equal to 50 sin omega t minus pi by 4. The phase difference between the current എന്നാണ് കറണ്ടിൻ്റെ ഫേസ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പൈ ബൈ 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 ആണ്. പൈ ബൈ 4 എന്ന് പറയുമ്പോൾ 45 ആണ്. അപ്പോൾ 60 + 45 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ 105 ഡിഗ്രി എന്ന് കിട്ടും കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. AC supply of frequency 50 Hz is connected to a capacitor offered a resistance of 10 ohm. If the frequency is increased to 100 Hz, resistance വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫോർമുല? XC ഈക്വൽ ടു എന്താണ്? 1/2πfc ആണ് അല്ലേ. 2πfc ആണ് ഫോർമുല എന്ന് അറിയാം അല്ലേ. 2πfc ആണെന്ന് അറിയാലോ. XC ഈക്വൽ ടു കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ്. അത് വെച്ച് എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഹാഫായി മാറും അല്ലേ. ഹാഫ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 5 ohm എന്നാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്നത്. Question number 23. In a parallel resistance inductance RL circuit, if IR is the current in the resistor and IL is the current in the inductor, അങ്ങനെയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസിൻ്റെ കേസിൽ എന്താണ്? IR ലാഗ് IL ബൈ എന്താണ്? 90 ഡിഗ്രി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇൻ എൻ AC സീരീസ് സർക്യൂട്ട് ഹൈ ക്യൂ ഫാക്ടർ ഇൻഡിക്കേറ്റ്. എന്തിനാണ് ഹൈ ക്യൂ ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു AC സീരീസ് സർക്യൂട്ടിൽ? നേരോവർ പാസ് ബാൻഡ് ആണ് കേട്ടോ. എന്നാണ് നേരോവർ ഇസ് പാസ് ബാൻഡ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ സിമ്പിൾ J റെപ്രസെൻറ്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വെക്റ്റർ ത്രൂ ഏതാണ്? 90 ഡിഗ്രി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26. ദ ഫേസ് സീക്വൻസ് ഓഫ് എ 3 phase ഈസ് റിവേഴ്സ്ഡ് ടു ദ 3 phase ലോഡ്. ദെൻ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഫേസ് കറണ്ട് ചേഞ്ചസ് ഇൻ ആൻ ആംഗിൾ ബട്ട് നോട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. Question number 27. The main problem occur in a low power factor circuit is low power factor സർക്യൂട്ടിലെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് റിക്വയർ ഫോർ എ ഗിവൺ ലോഡ് പവർ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 28. For the same rating size of a 3-phase motor will be same rating ആവുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സെയിം റേറ്റിംഗ് ആ മോട്ടോർ ഒരു 3-phase മോട്ടോർ എടുക്കുകയാണെങ്കിൽ അതിൽ സെയിം സൈസ് അല്ലെ സെയിം റേറ്റിംഗ് സൈസിന് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെസ് ഇൻ സൈസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 29. 3 resistors are connected in delta and 3-phase supply given to that circuit. Then one resistor is open. Power will be. പവറിന് എന്താണ് സംഭവിക്കുക? അറിയാലോ ഡെൽറ്റ കണക്ഷൻ സ്റ്റാർ കണക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ 3 റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഡെൽറ്റ കണക്ഷനാണ്. 3-phase സപ്ലൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ആവുമ്പോൾ അവിടുത്തെ പവറിന് എന്താ സംഭവിക്കുക? വിൽ ബി റെഡ്യൂസ്ഡ് ബൈ 1/3 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ 1/3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇഫ് എ ബി ഫേസ് ഓഫ് എ 3-phase സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ ബിക്കെയിം റിവേഴ്സ് കണക്റ്റഡ് ബൈ മിസ്റ്റേക്ക് ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ്. എന്നാണ് പറയുന്നത്? ഒരു 3-phase സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്ററിൽ എന്താണ് റിവേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ബൈ മിസ്റ്റേക്കിൽ എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് റിവേഴ്സ് ആകുമ്പോൾ ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ്. എന്തിനെയാണത് എഫക്റ്റ് ചെയ്യാത്തത്? ഏതിനെയാണ്? VRY ആണ്. RY ഫേസിനെയാണ് അത് എന്ത് ചെയ്യാത്തത്? എഫക്റ്റ് ചെയ്യാത്തത്. Question number 31. The meter that is suitable only for direct current measurement. നമുക്കറിയാം മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ഏത് ടൈപ്പ് എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻഡക്ഷൻ ടൈപ്പ് അങ്ങനെയുള്ള ഓരോന്നും അല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കറൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഡി സിയിൽ മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ PMMC ആണെന്ന് നമുക്കറിയാം. അതായത് പെർമനൻറ്റ് മാഗ്നറ്റിക് ടൈപ്പാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 32. The damping torque act on a moving system of an indicating instrument only when it is. എപ്പോഴാണ്? നമുക്കറിയാം നമ്മൾ ഡാമ്പിംഗ് ടോർക്കുകളൊക്കെ
പഠിച്ചിട്ട് പോയിട്ടുള്ളത് തന്നെയാണ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോർക്കിംഗ്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഈ ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ഓൺ എ മൂവിംഗ് സിസ്റ്റം ഓഫ് എൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് എപ്പോഴാണത് സംഭവിക്കുക, അത് മൂവ് ചെയ്യുമ്പോൾ അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33, ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ് ഓഫ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എബൌട്ട്. ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ്റെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ് എത്രയാണ്, നിയർലി എത്രയാണ്, 50 മില്ലി ആംപിയർ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 34, മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. എന്തിനാണ് മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 35, ദ മെയിൻ പർപ്പസ് ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ AC മെഷർമെൻറ്റ് ഈസ്. എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, മെയിൻ പർപ്പസ് ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ യൂസ് ഇൻ എൻ AC മെഷർമെൻറ്റിൻ്റെ കേസിൽ എന്താണത്, ഇത് എക്സ്റ്റെൻഡഡ് റേഞ്ച് ഓഫ് എൻ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് അത് എക്സ്റ്റെൻഡ് റേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. മെയിൻ പർപ്പസ് ഓഫ് എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ യൂസ് ഇൻ AC മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ റേഞ്ച്, ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Question number 36, a 10 MHz CRO has എത്രയാണ് 10 MHz ഹൊറിസോണ്ടൽ ഓക്സിലേറ്റർ ആണ് കേട്ടോ. അതിൻ്റെ ആൻസർ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. എത്രയാണ് 10 MHz ഹൊറിസോണ്ടൽ ഓക്സിലേറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 37, ദ 2 പ്രഷർ കോയിൽ ഓഫ് എ സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്റർ ഹാവ്. എന്താണ് 2 പ്രഷർ കോയിൽ ഓഫ് എ സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്ററിന് എന്താണുള്ളത്, ദ സെയിം ഡയമെൻഷനും അതുപോലെ സെയിം നമ്പർ ഓഫ് ടേൺസും ആയിരിക്കും. എന്താണ് ഉണ്ടാവുക, സെയിം ഡയമെൻഷനും അതുപോലെ തന്നെ എന്താണ് സെയിം നമ്പർ ഓഫ് ടേൺസും ആണ് ഉണ്ടാവുക. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 38, എൻ ഇൻസുലേഷൻ മെഗർ ഈസ് യൂഷ്വലി. എന്താണ് ഒരു ഇൻസുലേഷൻ മെഗർ എന്ന് പറയുന്നത്, എന്താണ് മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. എന്താണ് അതൊരു മൂവിംഗ് കോയിൽ ടൈപ്പ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ അതൊക്കെ. എന്താണ് ഇൻസുലേഷൻ മെഗർ ഈസ് യൂഷ്വലി എന്താണ് ഒരു മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ഓഫ് 10 millivolt ആൻഡ് 50 MHz. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഹൈ ഫ്രീക്വൻസി അല്ലേ, ഏതാണ് ഹൈ ഫ്രീക്വൻസിയിലൊക്കെ മെഷർ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈ ഫ്രീക്വൻസി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ CRO ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 14, ഔട്ട്പുട്ട് ഓഫ് എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഈസ്. എന്താണ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മുടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 41, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ്ഡ് ഫോർ സബ്സൈഡിങ് ദ ഫയർ ഓൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ ഏതാണ് ബെസ്റ്റ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയുന്നത്, ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. ഏതാണ് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ എൻ ഇലക്ട്രിക്കൽ ഷോക്ക്. നമുക്കറിയാം റിമൂവ് ദ വിക്ടിം ഫ്രം ദ ഇലക്ട്രിക്കൽ ഷോക്ക് കറക്റ്റ് ആണ് അല്ലേ. അതുപോലെ CPR കൊടുക്കുക. അപ്പോൾ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ എൻ ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണത്, നമ്മുടെ ഗിവ് വാട്ടർ ടു എ വിക്ടിം ടു ഡ്രിങ്ക് അല്ലേ. അതാണ് അതിൽ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് അല്ലാത്തത്. ബാക്കിയെല്ലാം എന്താണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 43, ദ റേറ്റഡ് വോൾട്ടേജ് ഓഫ് എ സ്റ്റാൻഡേർഡ് ലെഡ് ആസിഡ് സെൽ. ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ്, റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 2 വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ബാറ്ററീസ് ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ ബാറ്ററീൻ്റെയും എന്താണ് വോൾട്ട്സ് ഒക്കെ പഠിച്ചു പോയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ വളരെ എളുപ്പമുള്ളതാണ് നമ്മുടെ ലെഡ് ആസിഡ് സെല്ലിൻ്റെ എന്താണ് റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 വോൾട്ട് ആണ്. ബാറ്ററി കപ്പാസിറ്റി ഡിപ്പെൻഡ് ഓൺ. ബാറ്ററി കപ്പാസിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സൈസ് ഓഫ് നമ്പർ ഓഫ് പ്ലേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ആക്റ്റീവ് മെറ്റീരിയൽ പ്രസൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിനെ. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എല്ലാം അതായത് എയും ബിയും സിയും എല്ലാം എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാറ്ററി കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Question number 45, the most common type of rechargeable battery used in electrical vehicle. Electrical vehicle use ചെയ്യുന്ന application level ആണ് അല്ലേ. ഇവ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് റീചാർജബിൾ ബാറ്ററി ഏതാണ്, നമ്മുടെ ലിത്തിയം അയോൺ ബാറ്ററി ആണ്. Question number 46, which one of the following material is used for making solar cell. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോളാർ സെൽ മേക്ക് ചെയ്യുന്നത്, സിലിക്കൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 47, സോളാർ സെൽ കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻറ്റു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അല്ലേ. അപ്പോൾ എന്താണ് സോളാർ സെൽ എങ്ങനെയാണ് ലൈറ്റ് എനർജിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 48, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് ഹാവിംഗ് ലീസ്റ്റ് ട്രിപ്പിംഗ് കറണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ താഴെ തന്നിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ ഏറ്റവും ലീസ്റ്റ് ട്രിപ്പിംഗ് കറണ്ട് ഉള്ള ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ELCB ആണ് കേട്ടോ. ഏതാണ് ELCB ആണ് നമുക്ക് എത്രയാണ് ലീസ്റ്റ് ട്രിപ്പിംഗ് ആയിട്ട് വരുന്ന ആൾ. ഓക്കെ.
Question number 49. A typical output of a single junction silicon solar cell is dash volt. അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഒരു ടിപ്പിക്കൽ ഔട്ട്പുട്ട് ഓഫ് എ സിംഗിൾ ജംഗ്ഷൻ ഓഫ് എ സിലിക്കൺ സോളാർ സെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.6 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബാക്കി 1.5 അതൊക്കെ വലുതാണ്, അത്രയും വോൾട്ടൊന്നും വരില്ല അല്ലേ. നമ്മളൊരു സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെല്ല് ഇപ്പോൾ എത്താണ് ആൻസർ? 0.6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എ സേഫ്റ്റി ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഫോർ പ്രൊട്ടക്ടിങ് ദി. എന്തിനാണ് ഒരു സേഫ്റ്റി ഡിവൈസ് നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഏതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതുപോലെ എക്യുപ്മെൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇലക്ട്രിക് സർക്യൂട്ടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. ദ പർപ്പസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്കർ ഈസ്. എന്താണ് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പർപ്പസ് അല്ലേ. പർപ്പസ് എന്ന് ചോദിച്ചാൽ തന്നെ എന്താണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പർപ്പസ് എന്ന് ചെയ്താൽ ടു പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഇലക്ട്രിക് സർക്യൂട്ട് ഫ്രം എ എക്സസീവ് കറണ്ട് ഫ്ലോ. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അതായത് എക്സസീവ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് എന്താണ് പ്രൊട്ടക്ട് ചെയ്യും അല്ലേ ഇതിലൂടെ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 52. Resistance of a wire is directly proportion to എന്താണ് resistance R equal to എന്താണ്? rho L by A ആണ് നമുക്കറിയാം. അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്തിനാണ്? ലെങ്തിനാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നോൺ ആസ്. വളരെ സിമ്പിൾ ആണ് അല്ലേ. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഏതാണ്? കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഓപ്ഷൻ സി കണ്ടക്ടിവിറ്റി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ യൂസ് ആസ് എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വിച്ചസ് പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ച് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TP-DT സ്വിച്ചാണ്. ഏതാണ്? TP-DT സ്വിച്ചാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55. കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ്. കാൻഡില എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ് എന്താണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? കാൻഡില എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56. ഡാഷ് ഈസ് യൂസ്ഡ് എസ് ഫിലമെൻറ്റ് ഇൻ ആൻ ഇൻകാൻഡിസെൻറ്റ് ലാമ്പ്. ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ. ഏതാണ് നമ്മളെ ഇൻകാൻഡിസെൻറ്റ് ലാമ്പിൽ ഫിലമെൻറ്റായി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ടങ്സ്റ്റൺ ആണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 57. ദ റീവയറബിൾ ഫ്യൂസസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർ റേറ്റഡ് കറണ്ട് അപ് ടു ഡാഷ് ആംസ്. സാധാരണ ചില ബുക്കുകളിലൊക്കെ നമുക്ക് എന്താണ് 100 ആംസ് എന്ന് കാണാറുണ്ട്. ചില കേസുകളിൽ നമുക്ക് 200 ആംസ് എന്നാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 200 ആംസ് ആണ്. ചില ക്വസ്റ്റ്യൻ ബുക്കുകളിലൊക്കെ എന്താണ് 100 ആംസ് എന്നും കണ്ടുവരാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 58. ദ റേഷ്യോ ഓഫ് ഇലുമിനേഷൻ അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ ടു ദ ഇലുമിനേഷൻ വെൻ എവറിത്തിങ് ഈസ് ക്ലീൻ ഈസ് നോൺ ആസ് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മെയിൻ്റനൻസ് ഫാക്ടറാണ് ശരിക്കും വരേണ്ടത് കേട്ടോ. അതായത് റേഷ്യോ ഓഫ് ഇലുമിനേഷൻ അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ദ ഇലുമിനേഷൻ വെൻ എവറിത്തിങ് ഈസ് ക്ലീൻ ഈസ് നോണസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഫാക്ടറിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇതിൽ മെയിൻ്റനൻസ് ഫാക്ടർ തന്നിട്ടില്ല. പക്ഷേ എന്താണ്? ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്നാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുമോയെന്ന് അറിയില്ല. കറക്റ്റ് ആൻസർ പക്ഷേ മെയിൻ്റനൻസ് ഫാക്ടറാണ്. പക്ഷേ ഇതിൽ തന്നിട്ടുള്ളത് ഏതാണ്? നമുക്ക് ഡിപ്രീസിയേഷൻ ഫാക്ടറാണ് കേട്ടോ. Question number 59. Which type of earthing is preferred as place where soil is rocky with an earth bed over it? ഏത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് നമ്മൾ എന്താണ് റോക്കി സോയിൽ ആ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ്? സ്ട്രിപ്പ് എർത്തിങ് ആണ് കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ്? സ്ട്രിപ്പ് എർത്തിങ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 60. ദ ഇനീഷ്യൽ കളർ ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് വെൻ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓൺ. സോഡിയം വേപ്പർ ലാമ്പ് സ്വിച്ച് ചെയ്യുമ്പോൾ എന്താണ് കളർ കിട്ടുന്നത്? നമുക്ക് പിങ്ക് കളറാണ്. പിന്നെയാണ് നമുക്കത് എന്താണ് യെല്ലോ ആയി മാറുന്നത് അല്ലേ. അപ്പോൾ നമ്മളടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇനീഷ്യൽ കളർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇനീഷ്യൽ കളർ ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ പിങ്ക് കളറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. ദ ഗ്രേറ്റസ്റ്റ് എഡി കറന്റ് ലോസസ് ഒക്കർ ഇൻ ഡാഷ് ഓഫ് എ DC മെഷീൻ. എവിടെയാണ് നമ്മുടെ DC മെഷീനിൽ എഡി കറന്റ് ലോസസ് കൂടുതലായി കാണപ്പെടുന്നത്? നമ്മുടെ ആർമേച്ചർ പോൾസിലാണ് അല്ലേ. എവിടെയാണ്? ആർമേച്ചർ പോൾസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ സ്റ്റീലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. എവിടെ അത് പഠിച്ചിട്ടുണ്ട് അല്ലേ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് എഡി കറന്റ് ലോസസ് ഒക്കർ ഇൻ എവിടെയാണ്? ആർമേച്ചർ പോൾ ഓഫ് എ DC മെഷീൻസ് ആണ്.
Question number 62. In which of the following method the supply voltage to be separately excited DC motor is reversed? എന്നാ ചോദിച്ചുള്ള ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? Which of the following method is the supply voltage to a separately excited DC motor is reversed എന്ന് ചോദിച്ചാൽ ഏതാണത്? ഫോർവേഡ് പ്ലഗിംഗ് ആണ്. Question number 63. The rheostatic speed control method of a DC machine is very അപ്പോൾ ഏതാ വരുന്നത്? അൺസ്യൂട്ടബിൾ ഫോർ റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ്സ് ആണ്. ഏതാണ്? അൺസ്യൂട്ടബിൾ ഫോർ റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ്സ് ആണ്. അതായത് റിയോസ്റ്റാറ്റിക് സ്പീഡ് കൺട്രോൾ മെത്തഡ് ഓഫ് DC മെഷീൻ ഈസ് വെരി അൺസ്യൂട്ടബിൾ ഫോർ റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ്സിന് അത് പറ്റില്ല. ഓക്കെ. Question number 64. The armature of a DC machine have 10 poles is rotating at a speed of 10 revolution per second. The number of hysteresis loops formed per second is എത്രയാണ് വരുന്നത്? അത് 50 ആണ് വരുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ ഏതാണ്? 50 ആണ് വരുന്നത്. Question number 65. Which of the following DC motors can run on zero speed regulation even at loaded condition? താഴെ തന്നിട്ടുള്ള ഏത് മോട്ടറാണ് എന്താണ് റൺ ഓൺ സീറോ സ്പീഡ് റെഗുലേഷൻ ഈവൻ അറ്റ് ലോഡഡ് കണ്ടീഷനിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? അതായത് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറാണ് വരുന്നത് കേട്ടോ. PSCയുടെ ആൻസർ ഈ പ്രകാരം എന്താണ്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 66. ദ ടൈപ്പ് ഓഫ് DC ജനറേഷൻ ഫോർ ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് DC ജനറേറ്ററാണ്? അതും ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്ററാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 67. ദ ലൈൻ റെപ്രസെൻറ്റഡ് ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ DC ജനറേറ്റർ ഡാഷ് ഇൻ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെയാണ് ആ ലൈൻ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ കാണുന്നത് അല്ലേ. DC ജനറേറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് എ DC ജനറേറ്റർ ഡാഷ് ഇറ്റ്സ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടച്ചസ് ആണ് കേട്ടോ. എന്താണ്? ജസ്റ്റ് ടച്ചസ് ആണ് വരുന്നത്. Question number 68. If P is a number of poles of generator and N is a armature speed in RPM, then frequency of magnitude reversal is. നമുക്കറിയാം എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് NP by 120 ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. F equal to NP by 120 ആണ്. Question number 69. Simbones test cannot be performed on which of the following motors? താഴെ തന്നിട്ടുള്ളതിൽ ഏത് മോട്ടോഴ്സിലാണ് സിംബോൺസ് ടെസ്റ്റ് പെർഫോം ചെയ്യാത്തത്? സീരീസ് DC മോട്ടറിലാണ് കേട്ടോ. ഏതിലാണ് പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്നാണ്? സീരീസ് DC മോട്ടോർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 70. The torque speed characteristics of a DC shunt motor. എങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ കാണാറുണ്ട് അല്ലേ. ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടോർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ എന്താണ്? ഡ്രൂപ്പിംഗ് എന്നാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. താഴോട്ട് വരികയാണ് അല്ലേ. അപ്പോൾ ഡ്രൂപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഡാഷ് സപ്ലൈ വോൾട്ടേജ്. എങ്ങനെയാണ്? starting torque of a 3-phase induction motor is directly proportion to square of ആണ് അല്ലേ. directly proportion to the square of the supply voltage ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 72. Auto transformer can do the following. എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ ചെയ്യുക? സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജും ചെയ്യും, അതുപോലെ തന്നെ എന്താണ്? സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. അതായത് ബോത്ത് A and B സ്റ്റെപ്പ് അപ്പും ചെയ്യും, അതുപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ഡൗണും ചെയ്യും. ഏത്? നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. Question number 73. മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആംഗിൾ ഓഫ് എ സിങ്ക്രണസ് മോട്ടർ. ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും അത്? ഓപ്ഷൻ ബി 90 degree ആയിരിക്കും കേട്ടോ. Question number 74. When an induction motor is running at full load, rotor reactance is dash rotor resistance എന്നാണ്. അപ്പോൾ അതാ പറയുന്നത് ഏതാണ്? വിച്ച് ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് സാലിയൻ പോളാണ് കേട്ടോ. അതുപോലെ വെൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് റണ്ണിങ് അറ്റ് ഫുൾ ലോഡ്, റോട്ടർ റിയാക്ടൻസ് ഈസ് ഡാഷ് റോട്ടർ റിയാക്ടൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 74 ക്വസ്റ്റ്യൻ നമ്പർ. അതായത് കമ്പാരബിൾ ടു എന്നാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 76. All day efficiency is mean to judge the performance of transformer. എന്തിനാണ് all day efficiency എന്ന് പറയുന്നത്? അതെന്താണ് മീൻ ചെയ്യുന്നത്? അത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
Question number 77. A 10 kVA to 30 bar 1000 volt single phase transformer, the no load current will be about. No load current എങ്ങനെയായിരിക്കും, എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് നിയർലി 0.5 ആംസ് ആണ് ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 78. എ ട്രാൻസ്ഫോമർ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമുക്കറിയാം ട്രാൻസ്ഫോമർ വോൾട്ടേജും ചെയ്യും അതുപോലെ തന്നെ കറൻറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ ഇതിൽ എന്താണ് നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷേ നമ്മളെന്താണ് വോൾട്ടേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. കാരണം എന്താണ് സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ്, സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് എന്നൊക്കെ പഠിച്ചത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ വോൾട്ടേജിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോം എന്താണ് വോൾട്ടേജ് ആണ് വരുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോവാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 79. എ ലീഡിംഗ് പവർ ഫാക്ടർ ദ ആർമേച്ചർ ഫ്ലക്സ് ഇൻ ആൻ ആൾട്ടർനേറ്റർ. ഒരു ലീഡിംഗ് പവർ ഫാക്ടറിൻ്റെ കേസിൽ ആർമേച്ചർ ഫ്ലക്സ് ഇൻ ആൻ ആൾട്ടർനേറ്ററിന് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുക അവിടെ? ഇറ്റ് എയ്ഡ്സ് ദ റോട്ടർ ഫ്ലക്സ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 80. എ ട്രാൻസ്ഫോമർ ഹാസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഓഫ് 400 വാട്ട്. ദ കോപ്പർ ലോസ് ഓഫ് എ ഹാഫ് ഫുൾ ലോഡ് വിൽ ബി. എന്തായിരിക്കും? ഒരു ട്രാൻസ്ഫോമർ ഹാസ് ഫുൾ ലോഡ് കോപ്പർ ലോസസ് ഓഫ് 400 വാട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് പകുതിയാകുമ്പോൾ ഹാഫ് ആകുമ്പോൾ എത്രയാണ്? കോപ്പർ ലോസ് ഓഫ് ഹാഫ് ഫുൾ ലോഡ് വിൽ ബി എന്താ സംഭവിക്കുന്നത്? 200 വാട്ടാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 81. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് ഫ്രീ ഫ്രം റൈസ് അറൗണ്ട് കണ്ടീഷൻ? ഏതാണ് നോട്ട് ഫ്രീ ഫ്രം റൈസ് അറൗണ്ട് കണ്ടീഷന് ഫ്രീ അല്ലാത്തത് ഏതാണ്? നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നോട്ട് ഫ്രീ ഫ്രം റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതാണത്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. Question number 82. The given flip-flop was initially cleared and then clocked for 5 pulses. The sequence at Q will be including the initial pulse. ആവുമ്പോൾ എന്താണ് എത്രയാണ് വരുന്നത്? അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 010 ആ ഒരു റേഞ്ചാണ് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 83. ദ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് 10010 is serially shifted into a 5-bit parallel output right shift register with an initial state 10100. After 3 clock pulses the register contains. രജിസ്റ്ററിൽ എന്തായിരിക്കും കിട്ടുന്നത്? രജിസ്റ്ററിലെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? 01010 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 84. an 8-bit DAC produces an output of 0.05 volt for a digital input of 0.0000001. The full scale output voltage is nearly എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 12.8. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 85. The minimum number of NAND gate used to realize the function y equal to a plus a b bar plus a b bar c is. എത്രയാണ് മിനിമം നമ്പർ ഓഫ് NAND ഗേറ്റ് ആവശ്യമായി വരുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പോൾ എത്രയാണ് അവിടെ? NAND ഗേറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 86. ദ കൗണ്ടർ ഹാവ് മോസ്റ്റ് സ്പീഡ് ഈസ്. ഏത് കൗണ്ടറിനാണ് ഏറ്റവും മോസ്റ്റ് സ്പീഡ് ആയിട്ടുള്ള കൗണ്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സിങ്ക്രണസ് കൗണ്ടറാണ്. കാരണം എന്താണ് അവിടെയുള്ള ട്രിഗറിങ് പൾസസ് ഒക്കെ എന്താണ് ഒരുമിച്ചാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അവിടുത്തെ മോസ്റ്റ് സ്പീഡ് ആയിട്ടുള്ള വരുന്നത് ഏതാണ്? നമ്മുടെ സിങ്ക്രണസ് കൗണ്ടറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 87. എ 4-bit parallel adder circuit is to be implemented for this. The number of half adder and OR gates required if there is no initial carry is. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് അവിടെ? നമ്മുടെ 7 half adders and 3 OR gates ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The number of comparators in a 4-bit flash ADC. എത്ര കമ്പാരറ്റേഴ്സ് വരുന്നുണ്ട്? എത്ര കമ്പാരറ്റേഴ്സ് വരുന്നുണ്ട്? നമ്മളെങ്ങനെയാണ് 2 to the power എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 4-bit ഫ്ലാഷ് ആണ്. അപ്പോൾ 2 to the power 4 minus 1 ചെയ്തുകൂടെ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതായത് 16 minus 1 വരുമ്പോൾ എത്രയാണ്? 15 കിട്ടും. കറക്റ്റ് ആൻസർ എത്രയാണ്? 15 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 89. If x is equal to 1 and y equal to 1 initially and then y is replaced by a sequence 1 not 1, then the output a and b are. എന്താണ് ഔട്ട്പുട്ട് എയും ബിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് a equal to 0, b equal to 010 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 90. The main purpose of flux in soldering is. എന്തിനാണ്? നമ്മുടെ സോൾഡറിങ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ. സോൾഡറിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 91. ഓൺ കമ്പയറിംഗ് സെൻട്രൽ ടാപ്പ് ആൻഡ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ദ ഡൊമിനൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ലോവർ പീക്ക് ഇൻവേഴ്സ് റിക്വയർമെൻറ്റ് ഫോർ ദ ഡയോഡ് ആണ് ആൻസർ. എന്താണ്? ലോവർ പീക്ക് ഇൻവേഴ്സ് റിക്വയർമെൻറ്റ് ഫോർ ദ ഡയോഡ് ആണ് ഇവിടെ വരുന്ന ആൻസർ.
ക്വസ്റ്റ്യൻ നമ്പർ 92 എ JFET വെൻ പ്രോപ്പർലി ബയസ് ആക്റ്റഡ് എന്നാണ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ് ആണ്. അത് എന്നാണ് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ് എന്നാണ് എ JFET വെൻ പ്രോപ്പർലി ബയസ്ഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആയിട്ടാണ് അത് അവിടെ ആക്ട് ചെയ്യുന്നത്. Question number 93. In a JFET, after VPS reaches pinch off value VP, drain current SD became drain current എന്താണ് സംഭവിക്കുന്നത്? എന്താണ് വരുന്നത്? സാച്ചുറേറ്റഡ് ആണ്. എന്താണത്? സാച്ചുറേറ്റഡ് ആണ്. Question number 94. Diac is equivalent to diac എന്തിന് ഈക്വലന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? Diac is equivalent to എന്നാണ് a pair of SCR ആണ്. എന്താണ്? a pair of SCR ആണ് ഡയാക് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത്. എ ട്രയാക് ക്യാൻ ബി ട്രിഗേർഡ് ഇൻ ടു കണ്ടക്ഷൻ ബൈ എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ ട്രയാക് ക്യാൻ ബി ട്രിഗേർഡ് ഇൻ ടു കണ്ടക്ഷൻ ബൈ ഏതിലാണ്? ബോത്ത് എ ആൻഡ് ബി, അതായത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വോൾട്ടേജ് ഓഫ് എയ്തർ ഡയോഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വോൾട്ടേജ് ഓഫ് എയ്തർ ഗേറ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 96. ദ സ്ട്രക്ചർ ഓഫ് IGBT ഈസ് വളരെ സിമ്പിൾ ആണല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. IGBTയുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് IGBT എന്ന് പറയുന്നത് ഏതാണ്? PNP സ്ട്രക്ചർ കണക്റ്റഡ് ബൈ എ MOS ഗേറ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 97. സ്നെബർ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു എന്തിനാണ് നമ്മൾ സ്നെബർ സർക്യൂട്ടൊക്കെ യൂസ് ചെയ്യുന്നത്? ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് അക്രോസ് SCR ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 98. ദ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഓഫ് എൻ UJT ക്യാൻ ബി ഒരു UJTയുടെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഏതാണത്? ഓപ്ഷൻ സി, അതായത് 0.7 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 99. ലാർജർ ദ വാല്യൂ ഓഫ് ഫിൽറ്റർ കപ്പാസിറ്ററിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ലാർജർ വിൽ ബി ദ വാല്യൂ ഓഫ് പീക്ക് കറന്റ് ഇൻ ദ റെക്ടിഫൈങ് ഡയോഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 100. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് മേക്ക് ആൻ ഓൺലൈൻ UPS ഡിഫറെൻറ്റ് ഫ്രം ദ ഓഫ്ലൈൻ UPS? ഏത് പാർട്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നത്? അതായത് നമ്മുടെ സ്റ്റാറ്റിക് സ്വിച്ച് ആണ് അല്ലേ? ഏതാണ്? സ്റ്റാറ്റിക് സ്വിച്ച് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? അത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ കുറച്ച് ഈസി ആയിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നിയർലി കട്ട് ഓഫ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ അല്ലേ? ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വരാറുണ്ട്, ചെയ്യാനുണ്ട്, നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നല്ലേ ചിലതിനൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മെയിനായിട്ട് വരുന്ന നമ്മുടെ മെയിൻ ആൻസർ കീ ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ കട്ട് ഓഫ് റേഞ്ചൊക്കെ നമുക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി നോക്കുക എന്തൊക്കെയാണ് കറക്റ്റ് ആണോ, എത്ര മാർക്ക് നമുക്ക് വരുന്നുണ്ട്, എത്ര റേഞ്ചിൽ വരുന്നുണ്ട് എന്നൊക്കെ നന്നായി നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.